പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 മീനമാസം 15-ാം തീയതി, അതായത് 2025 മാർച്ച് 29-ാം തീയതി ശനിവാരം, മന്ദവാരം, ശനിയാഴ്ചയാകുന്നു. നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:26 അസ്തമയം വൈകിട്ട് 6:25 നാളത്തെ ശനിയാഴ്ചത്തെ രാഹുകാല സമയം നിങ്ങൾക്ക് എവർക്കും ഇന്ന് പരിചിതമാണ്. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു നാം രാഹുകാലമായി സ്വീകരിക്കാറുള്ളത്. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ മീനമാസത്തിലെ അമാവാസി കറുത്ത വാവാകുന്നു. അതിനാൽ തലേ ദിവസം ഒരിക്കലുമൊക്കെ എടുത്ത് പിതൃബലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് നാളെ കാലത്ത് തിരുനെല്ലിയിലോ അല്ലെങ്കിൽ ഉരുപുണ്യകാവ് തുടങ്ങിയ സങ്കേതങ്ങളിൽ, അല്ലെങ്കിൽ തിരുനാവായ, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവല്ലം, ഇപ്പുറത്താണെങ്കിൽ രാമേശ്വരം, ഇവിടെയൊക്കെ തന്നെ പിതൃതർപ്പണത്തിന് പോകാൻ പറ്റുന്ന ദിവസമാകുന്നു നാളെ നിങ്ങളുടെ ശനിയാഴ്ച. പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുക എന്നത് ഒരു ഹൈന്ദവന്റെ ധർമ്മമാകുന്നു. പ്രീത പ്രേത സ്വാമിബിർ വിദധതി സകലാഹ സമ്പദ സന്തതി. സന്തുഷ്ടരായ പ്രേതങ്ങൾ ഒരു വ്യക്തിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരും, സന്താന പരമ്പരയ്ക്ക് ശ്രേയസ്സും തരുമെന്നാണ് ഹിന്ദുക്കളുടെ പരിപൂർണമായ വിശ്വാസം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ അമാവാസി ദിവസവും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട കറുത്ത വാവ് വരുന്ന ദിനങ്ങളിലും ഹിന്ദുക്കളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ പിതൃബലി അനുഷ്ഠിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഒരു വിശ്വാസം പ്രബലമായി ഹിന്ദുവിൽ അടിയുറച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ കറുത്ത വാവാണ് ഏറ്റവും പ്രധാനം. അത് ദക്ഷിണായനത്തിലെ കറുത്ത വാവാകുന്നു. പിന്നെ ദക്ഷിണായനത്തിലെ മറ്റൊരു കറുത്ത വാവാണ് തുലാമാസത്തിലെ അമാവാസി കറുത്ത വാവ്. പിന്നീട് ഉത്തരായനത്തിൽ പ്രധാനപ്പെട്ട് വരുന്നു കുംഭമാസത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള അമാവാസി. ഈ അമാവാസിയിലാണ് ഏറ്റവും അധികം ഭക്തജനങ്ങൾ പിതൃതർപ്പണത്തിനായി തിരഞ്ഞെടുക്കുന്ന ദിനം. അത്രയും പ്രാധാന്യമുണ്ട് മേൽപ്പറഞ്ഞ മാസങ്ങളിലെ അമാവാസികൾക്ക്. മറ്റെല്ലാ മാസങ്ങളിലെ അമാവാസികളിലും പിതൃതർപ്പണം സാധാരണയായി എല്ലാവരും അനുഷ്ഠിച്ചു വരുന്നു, ആചരിച്ചു വരുന്നു. അത് ഹിന്ദു ഇന്ന് തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുക എന്ന വലിയൊരു ധർമ്മത്തിൽ അധിഷ്ഠിതമായ ചിന്ത ഒരു ഹിന്ദുവിലും വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കാലത്തിൽ അത്ര പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് സാരം. നാളെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. നാളെ ശനിയാഴ്ചയാകുന്നു, ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നാളെ അമാവാസിയാകയാൽ നമ്മൾ ശുഭകാര്യങ്ങളും അമാവാസിയിൽ ചെയ്യാറില്ല. പിതൃകർമ്മം മാത്രമേ അമാവാസിയിൽ ചെയ്യാറുള്ളൂ. അതിനാൽ നാളത്തെ ദിനം ശനിയാഴ്ചയാണ്, ഉത്രട്ടാതിയാണ്. ഇത് രണ്ടും ശനീശ്വരന് വളരെ ബലമുള്ള ദിവസമാകുന്നു. പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ ശനിയുടെ അധീനതയുള്ള 3 ഗ്രഹങ്ങളാകുന്നു. അതിനാൽ ഈ നക്ഷത്രങ്ങൾ അപ്രകാരം തന്നെ ശനിയാഴ്ച വരികയാണെങ്കിൽ ശനിപ്രീതി വളരെയധികം ചെയ്യുന്നത് വളരെ ഗുണമാണ്. നിങ്ങൾക്ക് ശനീശ്വരനുമായി ബന്ധപ്പെട്ട ഏത് ദേവതാ സങ്കേതങ്ങളിലും നിങ്ങൾക്ക് നാളെ പോകാം. അയ്യപ്പന് നീരാഞ്ജനം കത്തിക്കാം, വെള്ളിതിരി കത്തിക്കാം, നെയ്വിളക്ക് നാളെ ചെയ്യാം. ശാസ്താവിനാകട്ടെ അപ്രകാരം തന്നെ മുത്തപ്പനടുത്ത് പോകാം. അപ്രകാരം വളരെ ശക്തമായി ഹനുമാൻ സ്വാമിക്ക് നാളെ അവൽ നിവേദ്യം. അപ്രകാരം തന്നെ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ, ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഗത ഒപ്പിക്കൽ, അവിടെ ശ്രീരാമസ്വാമി അല്ലെങ്കിൽ വിഷ്ണുസ്വാമിക്ക് തുളസിമാല, പാൽപ്പായസം, സുദർശന പുഷ്പാഞ്ജലി ഒക്കെ കഴിപ്പിക്കുന്നത് നാളത്തെ ദിനം ബഹുവിശേഷമാണ്. മറ്റ് വിശേഷപ്പെട്ട ഒരു പുണ്യ പ്രവർത്തിക്കും അമാവാസി നാം ഉപയോഗിക്കാറില്ല. അതിനാൽ നാളെ യാത്രയ്ക്കോ ധനപരമായ മറ്റാവശ്യങ്ങൾക്കോ നാളത്തെ ദിനം നല്ലൊരു ദിനമായി നാം നൽകുന്നില്ല. നക്ഷത്രം ഉത്രട്ടാതിയാണ്, ഉത്രത്രയത്തിൽപ്പെടുന്നു. ഉത്രാടം, ഉത്രട്ടാതി എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമാണ്. പക്ഷെ കറുത്ത വാവാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, മേൽപ്പറഞ്ഞ ക്ഷേത്ര സങ്കേതങ്ങളിൽ സന്ദർശിച്ച് ശനീശ്വരൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത വാങ്ങിക്കണം. ഓം ശം ശനീശ്വരായ നമഃ. ഇതാകുന്നു ശനീശ്വരൻ്റെ മന്ത്രം. ശരിക്ക് ഞാൻ സൂചിപ്പിച്ചു, ശാസ്താവ്, അയ്യപ്പൻ, വേട്ടക്കരൻ, കരിയാത്തൻ, കാട്ടുമൂർത്തി, കിരാതമൂർത്തി, മുത്തപ്പൻ, ഹനുമാൻ, ഓൾ ആർ ശൈവേറ്റ് ഗോഡ്സ്. അതിനാൽ ശനിയെ പ്രീതി ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിശേഷിച്ച് നല്ല ഉത്രട്ടാതി നക്ഷത്രത്തിന് വളരെ അനുകൂലമാണെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാവിധ ശുഭ ഭാവുകങ്ങളും നേരുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്.